Hi my dear friends, hope you're all doing well. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ദ ഐഡിയ ഓഫ് ഇന്ത്യ ബൈ ശശി തരൂർ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. Another Independence Day is upon us as we celebrate our 73rd birthday. It is again time to reflect on what kind of country we are. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്താ പറയുന്നത്? മറ്റൊരു സ്വാതന്ത്ര്യദിനം വീണ്ടും എത്തിയിരിക്കുന്നു. നാം 73-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഇന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള രാജ്യമാണ് എന്ന് ചിന്തിക്കാൻ ഇതൊരു അവസരമാണ് എന്ന് ശശി തരൂർ പറയുന്നു. അപ്പോൾ അതായത് ഇന്ത്യയുടെ വാല്യൂസ്, പ്രോബ്ലംസ്, അച്ചീവ്മെൻറ്റ്സ്, ഐഡൻറ്റിറ്റി ഇവയെക്കുറിച്ചല്ല. ഇന്ത്യ, ഐ ഹാവ് ലോങ് ആർഗ്യൂഡ്, ഈസ് മോർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻസ്. അപ്പോൾ ഇന്ത്യ ഹാസ് മെനി കോൺട്രഡിക്ഷൻസ്, നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് റിലീജിയൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട്, കൾച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, ഇക്കണോമിക് ഇന്നിക്വാലിറ്റീസ് ഉണ്ട്, പൊളിറ്റിക്കൽ ഡിസഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട്. മതങ്ങൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ, സമ്പദ് വ്യത്യാസം, രാഷ്ട്രീയ ഭിന്നതകൾ എന്നിവ. അപ്പം ഇത്രയും വൈരുദ്ധ്യങ്ങളുടെ കൂട്ടത്തേക്കാൾ വലുതാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയുടെ ശക്തി ഈ വൈവിധ്യത്തെ ഏറ്റെടുക്കുന്നതിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ത്യയെ വൈരുദ്ധ്യങ്ങൾ നിർണ്ണയിക്കുന്നില്ല, അവയെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇന്ത്യയെ നിർവചിക്കുന്നത്. ഇറ്റ് ഈസ് എ കൺട്രി held together, in the words of Nehru, by strong but invisible threads, a myth and an idea, a dream and a vision, and yet very real and present and pervasive. പെർവേസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് എവരിവെയർ. അപ്പോൾ ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഒന്നിച്ചു നിർത്തുന്നത് എന്താണെന്ന് വ്യക്തമാക്കാനാണ് നെഹ്റു എന്താണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതെന്ന് ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. അത് നെഹ്റുവിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഐക്യം എന്നത് ഒരു ഫോഴ്സോ ഇല്ലെങ്കിൽ ഒരു മിലിറ്ററി പവറോ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് യൂണിഫോമിറ്റിയോ കൊണ്ടല്ല, കാണാനാകാത്ത പക്ഷെ ശക്തമായ ബന്ധങ്ങൾ കൊണ്ടാണ്. ആ അദൃശ്യ നൂൽക്കെട്ടുകൾ, ഇൻവിസിബിൾ ത്രെഡ്സ് എന്നത് എന്തൊക്കെയായിരിക്കാം? ഒരു പൊതുവായ ചരിത്രം, ഇല്ലെങ്കിൽ ഒരു പൊതുവായ സാംസ്കാരിക അനുഭവങ്ങൾ, ഷെയർഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഷെയർഡ് കൾച്ചർ, അല്ലെങ്കിൽ ജനാധിപത്യത്തിലുള്ള വിശ്വാസം, ഇല്ലെങ്കിൽ നമുക്ക് പറയാം വൈവിധ്യത്തെ മാനിക്കുന്ന മനോഭാവം. അതായത് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആണ് ഇവിടെ. അതുപോലെ അവർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ടു ഇന്ത്യ, ഇന്ത്യയോടുള്ള വികാര ബന്ധം നമുക്കുള്ള. അപ്പോൾ ഇവയാണ് മിത്ത്, ഐഡിയ, ഡ്രീം, വിഷൻ എന്ന് വിളിക്കുന്നത്. അത് അദൃശ്യമായ ആശയങ്ങൾ. അപ്പോൾ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് അതിർത്തികൾ, ഇല്ലെങ്കിൽ ഒരു മതം, ഒരു ഭാഷ എന്നിവയല്ല, പക്ഷേ കാണാനാകാത്ത പക്ഷെ ശക്തമായ വികാരങ്ങളും ആശയങ്ങളുമാണ് എന്നാണ് പറയുന്നത്. That nebulous quality is what the analyst of Indian nationalism is ultimately left with. To borrow a phrase from Amartya Sen, it is an idea, the idea of India. Nebulous എന്ന് പറയുമ്പോൾ unclear. അപ്പോൾ nebulous quality എന്ന് പറയുമ്പോൾ a quality that is difficult to explain. ശശി തരൂർ പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയെ പഠിക്കുന്നവർ അവസാനം മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഐക്യം ഇല്ലെങ്കിൽ ദേശീയത ഒരു ഭാഷ, ഒരു മതം, ഒരു ജാതി എന്നിവയിൽ ആധാരപ്പെട്ടതല്ല. അപ്പോൾ നെബുലസ് ക്വാളിറ്റി എന്ന് റെഫർ ചെയ്യുന്നത് എന്താണ്? ഒരു ഇന്ത്യയുടെ ഇമോഷണൽ യൂണിറ്റി ഉണ്ട് അതിൽ. അതുപോലെ പല മതങ്ങളും പല ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളും അതിനിടയിലും ഇവയ്ക്കെല്ലാം ഇടയിലും നിലനിൽക്കുന്ന ആ ഒരു ഐക്യം. അതുപോലെ നമുക്ക് പറയാം വളരെ വ്യത്യസ്തരായ ആളുകളെ ഒന്നായി കാണുന്ന മനോഭാവമുണ്ട്, ദ അക്സെപ്റ്റൻസ് ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പോൾ അമർത്യ സെൻ ഇതിനെ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ നാഷണലിസം, ദേശീയത ഒരു ഭാഷ, ഒരു മതം, ഒരു ജാതി എന്നിവയിൽ ചുരുക്കുന്നതല്ല, മറിച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്ന ആശയത്തിലാണ് ഇന്ത്യയുടെ ശക്തി. അതായത് ബേസ്ഡ് ഓൺ എ ഷെയർഡ് ഐഡിയ ദറ്റ് മെനി ഡിഫറെൻറ്റ് പീപ്പിൾ ക്യാൻ ലിവ് ടുഗെദർ വൺ നേഷൻ. ബട്ട് വാട്ട് ഈസ് ദറ്റ് ഐഡിയ? അപ്പം ഇവിടെ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇന്ത്യയെ ഒരു രാഷ്ട്രമായി നിർവചിക്കുന്ന അടിസ്ഥാന ആശയം എന്താണെന്ന ചോദ്യം ശശി തരൂർ ഇവിടെ ചോദിക്കുന്നു. വാട്ട് കോർ പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ വാട്ട് ഫിലോസഫി ട്രൂലി ഡിഫൈൻസ് ഇന്ത്യ ആസ് എ നേഷൻ? ജവഹർലാൽ നെഹ്റു ആർട്ടിക്കുലേറ്റഡ് ഇറ്റ് ആസ് പ്ലൂറലിസം വിൻഡിക്കേറ്റഡ് ബൈ ഹിസ്റ്ററി. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ പ്ലൂറലിസം, അതായത് വിവിധ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഇടം നൽകുന്ന രാജ്യം. അപ്പോൾ ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ചരിത്രം നോക്കിയാൽ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും മനുഷ്യർ ഒരുമിച്ച് ജീവിച്ചിരുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എന്നത് എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഇന്ത്യ ഹാസ് ഓൾവേസ് ബീൻ ഡൈവേഴ്സ്.
seeing the country as an ancient palimpsest on which successive rulers and subjects had inscribed their visions without erasing what had been asserted previously. അപ്പോൾ നെഹ്റു ഇന്ത്യയെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അദ്ദേഹം ഇന്ത്യയെ ഒരു ഏൻഷ്യൻ പാലിമസസ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പാലിമസസ്റ്റ് എന്ന് പറയുമ്പോൾ എ മാനുസ്ക്രിപ്റ്റ് where new writing is added without fully erasing the old. അപ്പോൾ ഇതൊരു പഴയ കൈയെഴുത്ത് പുസ്തകമാണ്. അതിൽ പുതിയ എഴുത്തുകാർ എന്തെങ്കിലും ചേർക്കുമ്പോൾ പഴയത് പൂർണ്ണമായും മായ്ച്ച് കളയാതെ അല്ലെങ്കിൽ മായ്ച്ച് കളയാത്ത രീതിയിൽ, അതുപോലെ ഇവിടെ എന്താ പറയുന്നത്, നൂറ്റാണ്ടുകളുടനീളം ഇന്ത്യയെ വിവിധ ഭരണാധികാരികളും ജനങ്ങളും തങ്ങളുടെ സംസ്കാരവും വിശ്വാസവും ഇവിടെ ചേർത്തുവെങ്കിലും മുമ്പുണ്ടായിരുന്നതൊന്നും പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടില്ല. A generation of secular nationalists echoed him, making unity in diversity the most hallowed of independent India's self-defining slogans. അപ്പോൾ പിന്നീട് വന്ന ലീഡേഴ്സ് സെക്കുലർ നാഷണലിസ്റ്റ് നെഹ്റുവിൻ്റെ ധാരണകളോട് യോജിച്ചു. അവർ വൈവിധ്യത്തിൽ ഐക്യം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യം ആശയമാക്കി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വമുള്ള സിദ്ധാന്തമായി മാറി. അപ്പോൾ വ്യത്യസ്തമായ ആളുകളും സംസ്കാരങ്ങളും മതങ്ങളും ഉണ്ടായാലും രാജ്യം ഒരുമിച്ച് നിലകൊണ്ടു. Their secularism is questioned today by a new ruling dispensation that has sought to redefine nationalism in more sectarian terms. അതായത് ഇന്നത്തെ ഭരണകൂടം പഴയ സെക്കുലർ ബിലീഫ്, അതായത് മതനിരപേക്ഷ ധാരണകളെ ചോദ്യം ചെയ്യുന്നു. അവർ ദേശീയതയുടെ അർത്ഥം പുതുക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരു പ്ലൂറലിസ്റ്റിക് നാഷണലിസം അതിന് പകരം ഒരു പ്രത്യേക മതമോ വിഭാഗമോ മുന്നിൽ വയ്ക്കുന്ന കൂടുതൽ വിഭാഗീയമായ, അതായത് സെക്ടേറിയൻ ദേശീയതയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. സെക്ടേറിയൻ എന്ന് പറഞ്ഞാൽ ഫേവറിങ് വൺ കമ്മ്യൂണിറ്റി ഓർ റിലീജിയസ് ഐഡൻറ്റിറ്റി ഓവർ അതേഴ്സ് എന്നാണ്. ഹൗ ഡിഡ് ഇന്ത്യ പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് എ വയബിൾ ഐഡിയ ഓഫ് ഇറ്റ് സെൽഫ്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അതായത് നമ്മൾ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉണ്ട്, പ്ലൂറലിസം ഉണ്ട്, സെക്യുലറിസം ഉണ്ട്, ജനാധിപത്യം ഡെമോക്രാറ്റിക് ഫങ്ഷനിങ് ആണ്, അതുപോലെ കോ എക്സിസ്റ്റൻസ് ഓഫ് മെനി ലാംഗ്വേജസ്, റിലീജിയൻസ്, കാസ്റ്റ്, കൾച്ചേഴ്സ്, അത് അനേകം ഭാഷകളുണ്ട്, മതങ്ങളുണ്ട്, ജാതികളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിച്ച് ഇന്ത്യ എങ്ങനെ കഴിഞ്ഞു എന്ന് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് എളുപ്പമല്ല. കാരണം എന്താണ്? പല ശക്തികൾക്കും ഈ ആശയം തകർക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇൻ ദ കോഴ്സ് ഓഫ് ദ ലാസ്റ്റ് 73 ഇയേഴ്സ്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, സാമൂഹിക സംഘർഷങ്ങൾ എല്ലാം ഉണ്ടായിട്ടും രാജ്യം തകർന്നില്ല. ഇത് തന്നെ ഒരു അത്ഭുതമാണ് എന്നാണ് പറയുന്നത്. While it grew from 370 million people to 1.2 billion. അപ്പോൾ ജനസംഖ്യ ഇനി നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ജനസംഖ്യ 3 ഇരട്ടിയായി. അതായത് കൂടുതൽ ആവശ്യതകൾ വന്നു, പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, സംഘർഷ സാധ്യതകൾ ഉണ്ടായിട്ടും ജനാധിപത്യം നിലനിന്നു. Reorganized its state structures and sought to defend itself from internal and external dangers, all the while remaining democratic. അതാണ് പോയിന്റ്. all the while remaining എന്താണ്? ഡെമോക്രാറ്റിക്. അപ്പം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഭാഷയെ അടിസ്ഥാനമാക്കി പുനഃസംഘടിപ്പിച്ചു. അതുപോലെ നോക്കിയ പുതിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ കലഹം സൃഷ്ടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇത് ഐക്യം കൂടുതൽ ശക്തമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഡേഞ്ചേഴ്സ്, ഇൻറ്റേർണൽ ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭീഷണികൾ ഭീഷണികൾ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനുമായി യുദ്ധങ്ങൾ, ചൈനയുമായുള്ള യുദ്ധം, അതുപോലെ ഓൺ ഗോയിങ് ബോർഡർ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇൻറ്റേർണൽ ഭീഷണികൾ ഡേഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കമ്മ്യൂണൽ റയറ്റ്സ്, അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ എല്ലാ ഭീഷണികളും ഉണ്ടായിട്ടും രാജ്യം തകർന്നില്ല. അപ്പോൾ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്ത് വന്നില്ല? ഡിക്റ്റേറ്റർഷിപ്പ് വന്നില്ല, സൈനിക ഭരണം വന്നില്ല, സ്മോളർ നേഷൻസ് ആയിട്ട് ഫ്രാഗ്മെൻ്റ് ആയില്ല, അതായത് രാജ്യം ചിതറിപ്പോയില്ല. എന്ത് നിലനിന്നു? ജനാധിപത്യം നിലനിന്നു. അപ്പോൾ ഇത് തന്നെയാണ് ശശി തരൂർ അസാധാരണമായ നേട്ടമെന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു പോയിന്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്താൽ മതി. I have tried to answer these questions at length in my books. Certainly, the accomplishment is extraordinary and worthy of celebration.
അപ്പം ഈ വരിയിൽ ശശി തരൂർ ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത്രയും വലുതായ ജനസംഖ്യ വർധനയും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും അതുപോലെ അനവധി അന്തർബാഹ്യ ഭീഷണികളും ഉണ്ടായിട്ടും ഇന്ത്യ എങ്ങനെ തൻ്റെ സ്വന്തമായ ഒരു ദേശീയ ആശയം, അത് സ്വാതന്ത്ര്യവും വൈവിധ്യവുമാർന്ന ജനാധിപത്യ രാജ്യമെന്ന ഐഡിയ സംരക്ഷിച്ചു? അപ്പോൾ ഇവിടെ ശശി തരൂർ പറയുന്നത് ഈ ചോദ്യത്തിന് വിശദമായ മറുപടി തൻ്റെ നിരവധി പുസ്തകങ്ങളിൽ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയം എന്നത് ഗൗരവമുള്ളതും അതുപോലെ വിശദമായി പഠിക്കേണ്ടതുമായ ഒന്നാണെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. Certainly the accomplishment is extraordinary and worthy of celebration. അപ്പോൾ ഇന്ത്യ ഇത്രയും കഠിന സാഹചര്യങ്ങൾക്കിടയിലും ജനാധിപത്യ രാജ്യമായി നിലനിന്നതും വൈവിധ്യങ്ങൾക്കൊപ്പം മുന്നേറിയതും അത്യന്തം അത്ഭുതകരമാണ്, അല്ലെങ്കിൽ ഒരു നേട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സംതിങ് ഇന്ത്യൻ ഷുഡ് ബി പ്രൗഡ് ഓഫ്, ഇല്ലെങ്കിൽ നമുക്ക് പറയാം സംതിങ് ഇന്ത്യൻ ഷുഡ് സെലിബ്രേറ്റ്. അപ്പോൾ ഇത് ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനിക്കാനും ആഘോഷിക്കാനും ഉള്ളൊരു വിജയം തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. Amid India's myriad problems, myriad എന്ന് വെച്ചാൽ countless, okay, it is democracy that has given Indians of every imaginable caste, creed, culture and cause a chance to break free ഓഫ് ദെയർ ലോട്ട്. അപ്പോൾ ഈ കൗണ്ട്ലെസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രോബ്ലംസ്. പോവേർട്ടി ഉണ്ട്, ഇന്നീക്വാലിറ്റി ഉണ്ട്, കാസ്റ്റ് ഡിവിഷൻസ് ഉണ്ട്, റിലീജിയസ് ടെൻഷൻസ് ഉണ്ട്, റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്, ഇല്ലിറ്ററസി ഉണ്ട്. അപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ജനാധിപത്യം ഒരു ശക്തമായ ആയുധമായി പ്രവർത്തിച്ചു. അപ്പോൾ ഏത് ജാതിയിലെയും മതത്തിലെയും സംസ്കാരത്തിലെയും സാമൂഹിക പശ്ചാത്തലത്തിലെയും ആളുകൾക്ക് തങ്ങളുടെ ജീവിതസ്ഥിതി മാറ്റാനുള്ള ആ സമാന അവസരം ജനാധിപത്യത്തിലൂടെ ലഭിക്കുന്നു. അപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്തെല്ലാം ലഭിക്കുന്നെന്നാണ് ഉദ്ദേശിക്കേണ്ടത്? അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം, സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഭരണത്തിൽ പങ്കാളികളാകാനുള്ള അവകാശം എല്ലാം ഡെമോക്രസി നൽകുന്നു. അപ്പോൾ തങ്ങളെ ആര് ഭരിക്കണമെന്നുള്ള അവകാശം ആർക്കുണ്ട്? ജനങ്ങൾക്കുണ്ട്. There is social oppression and caste tyranny, particularly in rural India, but Indian democracy offers the victims a means to escape. അപ്പോൾ ഇന്നും ഗ്രാമങ്ങളിൽ എന്തുവാണ് ഉണ്ടെന്ന് പറയുന്നത്? ഇന്നും ഗ്രാമങ്ങളിൽ ആ ഓൾഡ് സ്ട്രക്ചേഴ്സൊക്കെ സ്ട്രോങ് ആയിട്ട് റിമെയിൻ ആകുന്നുണ്ട്. ഈ ഓൾഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ജാതിഭേദം, ചൂഷണം, അസമത്വം എന്നിവ ശക്തമാണ് റൂറൽ ഇന്ത്യാസിൽ. ഓക്കെ, അപ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഡെമോക്രസി പ്രൊവൈഡ്സ് എ വേ ഔട്ട് എന്നാണ്. അതായത് ദിസ് മീൻസ്, അതായത് ഒരു മീൻസ് ഓഫ് എസ്കേപ്പ് എന്നാണ്. അതായത് അതിലൂടെ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് തന്നെ പീഡിപ്പിക്കുന്നവർക്കും ചൂഷണം ചെയ്യുന്നവർക്കും എതിരെ വോട്ട് ചെയ്യുക, അതൊരു പോയിൻ്റാണ്. അതുപോലെ രണ്ടാമത്തെ നമുക്ക് പറയാം സ്വന്തം സമൂഹത്തിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക. മൂന്നാമതായിട്ട് നമുക്ക് പറയാം നിയമപരമായ അവകാശങ്ങൾ ഉപയോഗിക്കുക. നാലാമത് ഒരു ഭരണഘടനാപരമായ സംവിധാനങ്ങൾ മുഖേന നീതി ലഭിക്കുക, ഇല്ലെങ്കിൽ നീതി തേടുക. അപ്പോൾ സോ ഡെമോക്രസി ബിക്കേം എ path for the oppressed to rise beyond their social limitations, and often thanks to the determinations with which the poor and oppressed exercised their franchise of ട്രൈം. അപ്പം ഇന്ത്യയിലെ പൂറും ഒപ്രസ്ഡുമായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ വോട്ട് ചെയ്യുന്നത് വിത്ത് ഗ്രേറ്റ് സീരിയസ്നെസ്സും അതുപോലെ വിത്ത് ഗ്രേറ്റ് കമ്മിറ്റ്മെൻറ്റോടും ആണ്. അതായത് ആ പീഡിപ്പിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്താൻ, സ്വന്തം ആളുകളെ ഇല്ലെങ്കിൽ അവർക്ക് നന്മ ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളുകളെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനും, അതായത് ക്ഷേമം, അവകാശം, നീതി എന്നിവ ലഭിക്കുവാനും വേണ്ടിയാണ് അവർ വോട്ട് ചെയ്യുന്നത്. സോ ഡെമോക്രസി നോട്ട് ഓൺലി ഗീവ്സ് എം എസ്കേപ്പ്, പിന്നെയോ ഈവൻ വിക്ടറി. അപ്പോൾ അവരുടെ ഫേവേഴ്സിന് അനുസരിച്ച് പവർ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിൽ അവർ സക്സീഡ് ആകുന്നു, അവർ വിജയം കണ്ടെത്തുന്നു. അപ്പോൾ മുമ്പ് അധികാരം എന്നത് നമുക്കറിയാം കുറച്ച് ഉയർന്ന വർഗീയ വിദ്യാഭ്യാസമുള്ളവരിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ സംഭവിച്ചത്? വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത്. ഇന്ന് വിവിധ ജാതി, മത, സാമ്പത്തിക പശ്ചാത്തലം ഉള്ളവരും അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ the insignificant changes in social composition of India's ruling class since independence, both in politics and in the bureaucracy, are proof of democracy at work. ഈ ഡെമോക്രസി അറ്റ് വർക്ക് എന്നതിൻ്റെ പ്രൂഫ് എന്താണ്? അപ്പോൾ ഈ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, പിന്നെയോ ബ്യൂറോക്രസിയിലും, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലും ഗവൺമെൻറ് ഓഫീഷ്യൽസിലും കാണാം. അപ്പം പ്രൂഫ് ഓഫ് ഡെമോക്രസി അറ്റ് വർക്ക്, അതായത് വിവിധ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അധികാരത്തിലേക്ക് വരുന്നത് വഴി
ഇന്ത്യൻ ജനാധിപത്യം പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കുന്നു. അത് ഇന്ത്യൻ ഡെമോക്രസി ഈസ് ഫങ്ഷനിങ്. ചുരുക്കത്തിൽ എന്താണ്? ഓർഡിനറി പീപ്പിൾ ആർ ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി ടു റൈസ് ടു പൊസിഷൻസ് ഓഫ് പവർ ത്രൂ ഇലക്ഷൻസ് ആൻഡ് മെറിറ്റ്. ബട്ട് ദ പുവർ ക്വാളിറ്റി ഓഫ് എ കൺട്രീസ് പൊളിറ്റിക്സ് ഇൻ ജനറൽ ഓഫേഴ്സ് ലെസ് കോസസ് ഫോർ സെലിബ്രേഷൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ നിലവാരം സ്റ്റാൻഡേർഡ് എന്നത് ലോ ആണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കറപ്ഷൻ ഉണ്ട്, അഴിമതിയുണ്ട്, ലാക്ക് ഓഫ് വിഷനാണ്, ക്രിമിനലൈസേഷൻ, അത് കുറ്റവാളികളുടെ സ്വാധീനമുണ്ട്, ഒരു വിഭജന രാഷ്ട്രീയമാണ്. അപ്പം സാമൂഹിക മാറ്റങ്ങളൊക്കെ നല്ലതാണ്, ചേഞ്ചസ് ആർ ഗുഡ്. പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റിൽ ഹാസ് മെനി പ്രോബ്ലംസ്. മോശ ഗുണനിലവാരം കൊണ്ട് ആഘോഷിക്കാനുള്ള കാരണങ്ങൾ കുറവാണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. ഇൻ ദ 7 decades since independence, democracy has failed to create a single political community. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 70 വർഷത്തോളം ജനാധിപത്യം നിന്നിട്ടും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരു ഏകീക രാഷ്ട്രീയ സമൂഹമായി, അതായത് ഒരു വൺ ഹാർമോണിയസ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയായി രൂപപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു വൺ യൂണിഫൈഡ് ഗ്രൂപ്പ് ആകുന്നതിന് പകരം ആളുകൾ എങ്ങനെയാണ്? പീപ്പിൾ സ്റ്റിൽ റിമെയിൻ ഡിവൈഡഡ്. അതായത് ഇൻ മെനി വേസിൽ അവർ ഡിവൈഡഡ് ആണ്. അപ്പം ഇത് എന്താണെന്നുള്ളത് അടുത്ത വരികൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ഡിവൈഡഡ് ആണെന്ന് പീപ്പിൾ. ഇൻസ്റ്റെഡ് വി ഹാവ് ബിക്കം മോർ കോൺഷ്യസ് ദാറ്റ് എവർ ഓഫ് വാട്ട് ഡിവൈഡ് അസ്: റിലീജൻ, റീജൻ, കാസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് എത്നിസിറ്റി. അപ്പം ഒന്നാകുന്നതിന് പകരം എന്താണ് നമ്മളെ പിരിച്ചു വയ്ക്കുന്നത്? മതം, പ്രദേശം, ജാതി, ഭാഷ, വർഗം എന്നീ ഫാക്ടേഴ്സാണ്. ഡിസ്പൈറ്റ് ഹാവിങ് എ വൺ പാർട്ടി മെജോറിറ്റി ഇൻ ദ ലോക്സഭ, അവർ പൊളിറ്റിക്കൽ സിസ്റ്റം ഹാസ് ഇൻ ഫാക്ട് ബിക്കം മോർ ഫ്രാഗ്മെൻറ്റഡ്. അപ്പോൾ ലോകസഭയിൽ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നാലും നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥ ഏകീകൃതമാകാതെ മുറിച്ച്, അതായത് ഫ്രാഗ്മെൻറ്റഡ് വേയിൽ കൂടുതൽ ചിതറിപ്പിരിഞ്ഞ നിലയിലാണ്. അത് ദേശീയ നിലയിൽ ഒരു പാർട്ടി ശക്തമായെങ്കിലും സംസ്ഥാനങ്ങളിലുടനീളം രാഷ്ട്രീയമായി കൂടുതൽ വിഭാഗീകരണവും അതുപോലെ വൈരുദ്ധ്യങ്ങളും ഉണ്ടായി. അപ്പോൾ പൊളിറ്റിക്സ് ഹാസ് ബ്രോക്കൺ ഇൻ ടു മെനി സ്മോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഓർ ഫാക്ഷൻസ്. അപ്പോൾ പൊളിറ്റീഷ്യൻസ് മൊബിലൈസ് സപ്പോർട്ട് എലോങ് എവർ നാരോവർ ലൈൻസ് ഓഫ് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. അപ്പോൾ പൊളിറ്റീഷ്യൻസ് സ്പെസിഫിക് ഗ്രൂപ്പ്സിൻ്റെ അടുക്കൽ, അതായത് ഒരു പർട്ടിക്കുലർ കാസ്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രൈബ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലീജൻ എന്നിവരെ അടിസ്ഥാനമാക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്നു, റാദർ ദാൻ അഡ്രസ്സിങ് ദ ഹോൾ നേഷൻ. അപ്പം ഇറ്റ് ഹാസ് ബിക്കം മോർ ഇമ്പോർട്ടൻറ്റ് ടു ബി എ ബാക്ക്വേർഡ് കാസ്റ്റ്, എ ട്രൈബൽ, എ മുസ്ലിം, എ ഗൗരക്ഷക് ദാൻ ടു ബി ആൻ ഇന്ത്യൻ. അപ്പം ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ വോട്ടുകൾ ജാതി, മതം, ഗോത്രവർഗം എന്നിവയെ ആശ്രയിച്ചാണ്. അപ്പോൾ ഐഡിയ ഓഫ് ഇന്ത്യ ആസ് എ ലാർജ് ഇൻക്ലൂസീവ് ഫാമിലി എന്നത് വീക്കനിങ് ആകുന്നു എന്ന ടോണാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് ഐഡൻറ്റിറ്റി, അതായത് ഇന്ത്യൻ സൊസൈറ്റി എന്താകുന്നു? ബ്രേക്കിംഗ് ഇൻ ടു സ്മോൾ ഐഡൻറ്റിറ്റി, മേ ബി ഒരു കാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിലീജിയൻ ഐഡൻറ്റിറ്റി ആയിട്ട്, ഒരു ട്രൈബൽ ഐഡൻറ്റിറ്റി ആയിട്ട്, ടേക്കിംഗ് ഇൻ ടു സ്മോൾ ഐഡൻറ്റിറ്റി ബേസ്ഡ് ഗ്രൂപ്പ്സ് റാദർ ദാൻ കമ്മിങ് ടുഗെദർ ആസ് വൺ നേഷൻ. And of course, to some it is more important to be a proud Hindu than to be an Indian. അപ്പോൾ ശശി തരൂർ ഇവിടെ പറയുന്നത് ചിലർക്ക് ഒരു ഇന്ത്യക്കാരനാകുന്നതിനേക്കാൾ ഒരു അഭിമാനമുള്ള ഒരു പ്രൗഡ് ഹിന്ദു ആകുന്നതാണ് കൂടുതൽ പ്രധാനമായി തോന്നുന്നത്. അപ്പോൾ പ്രൗഡ് ഹിന്ദു റെഫേഴ്സ് ടു people who strongly and publicly assert their Hindu identity. ഇത് നമ്മൾ പൊളിറ്റിക്കൽ ഐഡിയോളജിയായിട്ട് കണക്ട് ചെയ്താൽ മതി. If Hindu identity is placed above national unity, what happen? We can divide the country. ഇന്ത്യയുടെ ഐക്യം ക്ഷയിക്കുന്നു എന്നതാണ് സന്ദേശം. Caste, which Nehru and his ilk abhorred, believed would disappear from the social metrics of modern India, has not merely survived and thrived but has become an instrument for highly effective political mobilization. ഈ ഇൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഓഫ് ദ സെയിം ഗ്രൂപ്പ് അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് സെയിം ടൈപ്പ്. അബ്ഹോർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ഡിസ്ലൈക്ഡ്. അതുപോലെ സോഷ്യൽ മെട്രിക്സ് എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. ഓക്കെ, അപ്പം നെഹ്റുവും അദ്ദേഹത്തോടൊപ്പം നിന്ന പ്രമുഖരും ജാതി, അത് കാസ്റ്റ് വ്യവസ്ഥയെ ശക്തമായി വെറുത്തിരുന്നു. മോഡേണൈസേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി ഇവ മൂന്നും കൂടിയാൽ കാസ്റ്റ് ഗ്രാജുവലി ഇല്ലാതാകും എന്നവർ വിശ്വസിച്ചു. അപ്പോൾ ഈ കാസ്റ്റ് വിഷൻസിനെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിന്നും തുടച്ചു നീക്കാൻ വേണ്ടി ആകും എന്ന് അവർക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു, ഈ മോഡേണൈസേഷൻ കാരണം, എഡ്യൂക്കേഷൻ കാരണം, ഡെമോക്രസി കാരണം. പക്ഷേ അതിൻ്റെ വിപരീത പദമാണ് സംഭവിച്ചതെന്ന് ഇവിടെ പറയുന്നു.
അപ്പോൾ കാസ്റ്റ് ഹാസ് ആക്ച്വലി ബിക്കം സ്ട്രോങ്. കാസ്റ്റ് എന്നതൊരു പവർഫുൾ ടൂൾ ആയി മാറി പൊളിറ്റിക്സിൽ. എന്തിനു വേണ്ടി? ടു ഗ്യാദർ അല്ലെങ്കിൽ ടു മൊബിലൈസ് ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദർ കാസ്റ്റ് ഐഡൻറ്റിറ്റി. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ്. Candidates are picked by their parties with an eye toward the caste loyalties they can call upon. Often their appeal is overtly to voters of their own caste or subcaste, urging them to elect one of their own. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നത് അവരുടെ കഴിവ് നോക്കിയല്ല, പിന്നെയോ അവർക്ക് പിന്നിൽ നിൽക്കുന്ന ജാതി പിന്തുണ നോക്കിയാണ്. അപ്പോൾ വിച്ച് കാസ്റ്റ് വിൽ സപ്പോർട്ട് ദം എന്നത് നോക്കിയാണ്. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ്സ് തങ്ങളുടെ ജാതി, അതായത് കാസ്റ്റ്, സബ് കാസ്റ്റിനെ സമീപിച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് തങ്ങൾ ഏത് ജാതി കൂട്ടായ്മയാണോ അവർക്ക് അല്ലെങ്കിൽ അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് ആവശ്യപ്പെടുന്നു. The result has been the growth of caste consciousness and casteism throughout society. അപ്പോൾ രാഷ്ട്രീയത്തിൽ ജാതിക്ക് നൽകുന്ന പ്രാധാന്യം കാരണം എന്ത് സംഭവിക്കുന്നു? ജനങ്ങൾ എന്തിലാണ് അവെയറും കോൺഷ്യസും ആകുന്നത്? അവരുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? സമൂഹത്തിൽ കാസ്റ്റ് ബേസ്ഡ് തിങ്കിങ്ങും ഡിസ്ക്രിമിനേഷനും കൂടുതലായി വളരുന്നു. ഇൻ മെനി സ്റ്റേറ്റ്സ് കാസ്റ്റ് ഡിറ്റർമൈൻസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് പ്രോസ്പെക്ട്സ് ആൻഡ് ഗവൺമെൻറ്റൽ പ്രൊമോഷൻസ് ആൻഡ് ഓൾ ടു ഓഫൺ പീപ്പിൾ സേ യു കനോട്ട് ഗോ ഫോർവേഡ് അൺലെസ് യു ആർ എ ബാക്ക്വേർഡ്. അപ്പോൾ നിരവധി സംസ്ഥാനങ്ങൾ ഒരാളുടെ ജാതിയാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ അവസരങ്ങൾ, ഗവൺമെൻറ് ജോബ്, പ്രൊമോഷൻ എന്നിവയെ നിർണ്ണയിക്കുന്നതെന്നാണ് ശശി തരൂർ പറയുന്നത്. ഇത് സംവരണ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിലപ്പോഴൊക്കെ ആളുകൾ ഒരു ഐറണിക്കലി അല്ലെങ്കിൽ ഒരു പരിഹാസത്തോടെ പറയാറുണ്ട്, നീ ബാക്ക്വേർഡ് ആയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അൺലെസ് യു ബിലോങ് ടു ബാക്ക്വേർഡ് കാസ്റ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രോഗ്രസ്. ഇത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? എ ഫ്രസ്ട്രേഷൻ വെയർ കാസ്റ്റ് ഐഡൻറ്റിറ്റി റാദർ ദാൻ ഇൻഡിവിജ്വൽ എബിലിറ്റി സീംസ് ടു ഡിറ്റർമൈൻ ഓപ്പർച്യൂണിറ്റീസ്. കഴിവിനല്ല ജാതിക്കാണ് വലിയ പ്രാധാന്യം കിട്ടുന്നത് എന്നതാണ് ഈ ഒരു സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. Ironically, a distinctive feature of the Nehruvian legacy was its visionary rejection of India's assorted bigotries and particularism. ഈ particularism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയൽറ്റി ടു വൺസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ലോയൽറ്റീസ് ടു വൺസ് റിലീജിയൻ, അല്ലെങ്കിൽ റീജൻ, കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് നാഷണാലിറ്റി. അതുപോലെ ബിഗോട്ടറീസ് എന്ന് വെച്ചാൽ ജാതി മത അധിഷ്ഠിത വെറുപ്പുകൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻടോളറൻസോ പ്രിജുഡൈസോ അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ നെഹ്റു വാണ്ടഡ് ഇന്ത്യ ടു മൂവ് ബിയോണ്ട് കാസ്റ്റ്, അല്ലെങ്കിൽ നെഹ്റു വാണ്ടഡ് ഇന്ത്യ ടു മൂവ് ബിയോണ്ട് റിലീജിയൻ ആൻഡ് അതർ നാരോ ഡിവിഷൻസ്. അപ്പോൾ വിവേചനമില്ലാത്ത യുണൈറ്റഡ് ആൻഡ് മോഡേൺ ഇന്ത്യയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കീ പാർട്ട് ഓഫ് ഹിസ് വിഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ടുഡേ ദെയർ സെക്യുലറിസം ഈസ് നീഡ് അറ്റ്. അപ്പം സെക്യുലർ ഐഡിയൽസ് നെഹ്റു വാല്യൂ ചെയ്തിരുന്നത്, അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്ന മതനിരപേക്ഷതയുടെ ആശയം പലരും പരിഹസിക്കുകയും തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ശശി തരൂർ പറയുന്നത്. ഒരിക്കൽ മഹത്തായ മൂല്യമായി ഒരു നോബിൾ പ്രിൻസിപ്പിളായി കണക്കാക്കിയിരുന്ന ഈ സെക്യുലറിസം ഈസ് നൗ പോർട്രേഡ്. എന്തായിട്ടാണ് ഈ സെക്യുലറിസം ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടോ ഇല്ലെങ്കിൽ ഒരു റെഡിക്യൂൾഡ് ആയിട്ടോ ആണ് പോർട്രേ ചെയ്യപ്പെടുന്നത്. Whether through elections or quotas, political mobilization in contemporary India has asserted the power of old identities, habits, faiths and prejudices. ഇന്നത്തെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതി മത സമുദായം പോലുള്ള ഈ ഓൾഡ് ഐഡൻറ്റിറ്റീസിന് വലിയ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ പൊളിറ്റിക്സ് ഓഫൺ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? കാസ്റ്റാണ്, അല്ലെങ്കിൽ റിലീജിയനാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഡ്യൂറിങ് ഇലക്ഷൻസ്, തിരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ റിസർവേഷനിലും ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് പിന്തുണ നേടുന്നു. ഇൻസ്റ്റെഡ് ഓഫ് reducing divisions, എന്താ സംഭവിക്കുന്നത്? This makes old prejudices stronger. When an Italian nation was created in the second half of the 19th century out of a mosaic of principalities and statelets, one Italian nationalist wrote, "We have created Italy. Now all we need to do is to create Italians." അപ്പോൾ in the late 1800 ഇറ്റലി വാസ് ഫോംഡ് ബൈ യുണൈറ്റിംഗ് സ്മോൾ കിങ്ഡംസ് ആൻഡ് റീജൻസ്. 19ാം നൂറ്റാണ്ട് രണ്ടാമത്തെ പകുതിയിൽ നിരവധി ചെറു രാജ്യങ്ങളും അതുപോലെ പ്രിൻസിപ്പാലിറ്റിയും ഒന്ന് ചേർത്താണ് ഇറ്റലി എന്ന രാഷ്ട്രം രൂപപ്പെട്ടത്. അപ്പോൾ ഈ ഐക്യത്തിന് ശേഷം ഒരു ഇറ്റാലിയൻ ദേശീയവാദി പറഞ്ഞ ഒരു പ്രശസ്തമായ വാക്കുകളാണ് "വി ഹാവ് ക്രിയേറ്റഡ് ഇറ്റലി." ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഇറ്റാലിയന്മാരെ സൃഷ്ടിക്കുക എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. രാജ്യം
രൂപപ്പെട്ടെങ്കിലും ആളുകൾക്ക് ഒരൊറ്റ ദേശീയ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. ദേ did not share a common national identity. കാരണം എന്താണ്, അവർ ഇപ്പോഴും തങ്ങളുടെ ആ തദ്ദേശീയ പ്രദേശങ്ങളോടാണ് കൂടുതൽ അവരടുപ്പം കാണിച്ചു തരുന്നത്. They still thought of themselves mainly as citizens of their small regions. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. It is striking that a few decades later, no Indian nationalists succumbed to the temptations to express a similar thought. അപ്പോൾ ശ്രദ്ധേയമായ കാര്യം എന്താണ്, അതായത് ദശാബ്ദങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങിയപ്പോഴും ഒരു ഇന്ത്യൻ ദേശീയവാദിയും ഇന്ത്യക്കാരെ സൃഷ്ടിക്കണമെന്ന പോലൊരു ആശയം പ്രകടിപ്പിച്ചിട്ടില്ല. ആണ് ഇങ്ങനെ പറയുന്നത്, ബിക്കോസ് മെനി ന്യൂലി ഫോംഡ് നേഷൻസ് ഓഫൺ ഫീൽ ദ നീഡ് ടു ബിൽഡ് എ നാഷണൽ ഐഡൻറ്റിറ്റി. ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അടുത്ത വരിയിൽ അതിന് ആൻസർ ഉണ്ട്. ദ പ്രൈം എക്സ്പണ്ട് ഓഫ് മോഡേൺ ഇന്ത്യൻ നാഷണലിസം നെഹ്റു വുഡ് നെവർ ഹാവ് സ്പോക്കൺ ഓഫ് ക്രിയേറ്റിംഗ് ഇന്ത്യൻസ് ബിക്കോസ് he believed that India and Indians had existed for millennia before he articulated their political aspirations of the 20th century. മോഡേൺ ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ലീഡിംഗ് വോയിസ് ആയ നെഹ്റു ഒരിക്കലും ഇന്ത്യക്കാരെ സൃഷ്ടിക്കണമെന്ന പ്രസ്താവന നടത്തിയിട്ടില്ല. കാരണമുണ്ട്, അത് ഇന്ത്യയും ഇന്ത്യക്കാരനെന്ന തിരിച്ചറിയും ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നവയാണ് എന്ന് നെഹ്റുവിന് വിശ്വാസമുണ്ടായിരുന്നു. വാട്ട് വാസ് ഹിസ് റോൾ? അപ്പോൾ ഹിസ് റോൾ വാസ് നോട്ട് ടു ക്രിയേറ്റ് എ ന്യൂ പീപ്പിൾ ബട്ട് ടു ഗിവ് പൊളിറ്റിക്കൽ expression to a civilization that was already ancient and culturally unified. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ പുതിയ ഇന്ത്യക്കാരെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് ഇന്ത്യക്കാർ ഒരു പുരാതന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വളരെ കാലമായി നിലനിന്നിരുന്നു. അത് 20ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ചെയ്തത് ഈ പുരാതന ജനതയ്ക്ക് രാഷ്ട്രീയ ആഗ്രഹങ്ങളെ വ്യക്തമാക്കി ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. He expressed their political hopes and dreams in the 20th century. ഡിയർ ഫ്രണ്ട്സ്, ഇത് കുറച്ച് ലെന്തി ടോപ്പിക് ആയതുകൊണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ അപ്പ് ടു ദിസ് ടോപ്പിക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.